നമസ്കാരം. മീഡിയ സ്റ്റോറിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ ന്യൂസിലൻഡുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ ക്ഷീര, മത്സ്യബന്ധന, കാർഷിക മേഖലകളെ എങ്ങനെ ബാധിക്കും എന്നതാണ് മീഡിയ സ്റ്റോറി ഇന്ന് പരിശോധിക്കുന്നത്. കാർഷികോൽപ്പന്നങ്ങളും മത്സ്യസമ്പത്തുമടക്കം ന്യൂസിലൻഡിൽ നിന്നുള്ള 95% ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി തീരുവ ഇന്ത്യ വെട്ടിക്കുറച്ചു. കരാർ നിലവിൽ വരുന്നതോടെ 50% ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇല്ലാതാകും. ശേഷിക്കുന്നവയുടെ ഇറക്കുമതി തീരുവ 7 മുതൽ 10 വർഷത്തിനിടെ ഇന്ത്യ വെട്ടിക്കുറയ്ക്കും. ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലേയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. UK, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായുള്ള കരാറുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ ന്യൂസിലൻഡുമായി കരാർ ഒപ്പിട്ടത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പേരുകേട്ട ന്യൂസിലൻഡിൽ നിന്നുള്ള ഇറക്കുമതി തീരുവരഹിതമാകുന്നതോടെ വലിയ തോതിൽ സമുദ്രോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുകും. ആപ്പിൾ, കിവി, പഴം, ചെറി തുടങ്ങിയ പഴവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയും. ആപ്പിളിന്റെ തീരുവ കുറയ്ക്കുവാൻ ആദ്യമായാണ് ഇന്ത്യ സന്നദ്ധമാവുന്നത്. തേനടക്കം വനവിഭവങ്ങളുടെ തീരുവയും കുറയ്ക്കും. ആട്ടിറച്ചിയും തീരുവരഹിതമാകും. ക്ഷീരോൽപ്പന്ന കയറ്റുമതിയിൽ ലോകത്തിൽ തന്നെ മുൻനിരയിലുള്ള രാജ്യമാണ് ന്യൂസിലൻഡ്. ക്ഷീരമേഖലയെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്രം അവകാശപ്പെട്ടെങ്കിലും ഒട്ടനവധി ക്ഷീരോൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ കുറയ്ക്കാമെന്ന ഉറപ്പ് നൽകി എന്നാണ് അറിയാൻ സാധിച്ചത്. നവജാത ശിശുക്കൾക്കായുള്ള പാലധിഷ്ഠിത ഉൽപ്പന്നം, മിൽക്ക് പ്രോട്ടീൻ, പെപ്റ്റോൺ തുടങ്ങിയവയുടെ തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കും. സമുദ്രോൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയും ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കും. 45 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ന്യൂസിലൻഡിന്റെ ചെറിയ വിപണി ലഭ്യമാകുന്നതിനാണ് 150 കോടി ജനങ്ങളുടെ വമ്പൻ വിപണി ഇന്ത്യ തുറന്നുകൊടുത്തത്. ന്യൂസിലൻഡ് പാർലമെന്റിന്റെ അംഗീകാരം കൂടി കിട്ടിയാൽ കരാർ പ്രാബല്യത്തിലാകും. അതേസമയം ഇന്ത്യയിൽ പാർലമെന്റിന്റെ അനുമതി ആവശ്യമില്ല. കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പഞ്ചസാര, ഭക്ഷ്യ എണ്ണ, റബ്ബർ എന്നിവയെ കരാറിൽ നിന്ന് ഒഴിവാക്കിയത് നേട്ടമായി പീയൂഷ് ഗോയൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ ഉൽപ്പന്നങ്ങളൊന്നും ന്യൂസിലൻഡിൽ കാര്യമായി ഇല്ല. ന്യൂസിലൻഡിലെ IT അടക്കമുള്ള സേവന മേഖലയിലേക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ പ്രവേശനാനുമതി കിട്ടുമെന്ന് കേന്ദ്രം അവകാശപ്പെടുന്നുണ്ട്. 5000 ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് താൽക്കാലിക തൊഴിൽ വിസ ലഭിക്കുമെന്നും പറയുന്നുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ന്യൂസിലൻഡിൽ പരിധിയില്ലാതെ പ്രവേശനം ലഭിക്കും. അതേസമയം ന്യൂസിലൻഡുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവാകുമെന്ന കേന്ദ്ര സർക്കാർ വാദം തെറ്റാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് ഭരണകൂടം അധിക തീരുവ ചുമത്തിയതിനെ തുടർന്ന് തിരിച്ചടി നേരിട്ട ടെക്സ്റ്റൈൽസ്, തുകൽ, പാദരക്ഷ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പ്ലാസ്റ്റിക്, മരുന്നുകൾ, കാർഷികോൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് ന്യൂസിലൻഡ് കരാർ ഗുണം ചെയ്യുമെന്നാണ് വാദം. 45 ലക്ഷമാണ് ന്യൂസിലൻഡിന്റെ ജനസംഖ്യ. ഈ ഒരു ചെറിയ വിപണിയാണ് കരാറിലൂടെ തുറന്നു കിട്ടുന്നത്. കരാറിന് മുമ്പ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ന്യൂസിലൻഡ് ചുമത്തിയ ശരാശരി തീരുവ 2.2% മാത്രമായിരുന്നു. പരമാവധി തീരുവ 10%. 2.2% ശരാശരി തീരുവയാണ് കരാറിലൂടെ 0 എത്തുന്നത്. നേട്ടമുണ്ടാകുമെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്ന പ്രധാന മേഖല ടെക്സ്റ്റൈൽസ് ആണ്. ന്യൂസിലൻഡിലേക്കുള്ള നിലവിലെ പ്രതിവർഷ ടെക്സ്റ്റൈൽസ് കയറ്റുമതി 440 കോടി രൂപയുടേതാണ്. ഇന്ത്യയുടെ ആകെ ടെക്സ്റ്റൈൽസ് കയറ്റുമതിയാകട്ടെ 3.16 ലക്ഷം കോടിയുടേതും, അതായത് 0.14% മാത്രമാണ് ന്യൂസിലൻഡിലേക്കുള്ള ടെക്സ്റ്റൈൽസ് കയറ്റുമതി. തീരുവ 0 45 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു രാജ്യത്തേക്ക് എത്ര തുകയുടെ ടെക്സ്റ്റൈൽസ് കയറ്റുമതി സാധ്യമാകുമെന്ന ചോദ്യം ശേഷിക്കുന്നു. തുകൽ, പാദരക്ഷ, രാസവസ്തുക്കൾ തുടങ്ങി മറ്റ് മേഖലകളുടെ കാര്യത്തിലും സാഹചര്യം സമാനം. കേന്ദ്ര സർക്കാർ ന്യൂസിലൻഡുമായി ഒപ്പുവെച്ച സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയുടെ ക്ഷീര, മത്സ്യബന്ധന, കാർഷിക മേഖലകൾക്ക് കനത്ത തിരിച്ചടിയാകും എന്നതിൽ സംശയമില്ല. മറ്റൊരു സ്റ്റോറിയുമായി മീഡിയ സ്റ്റോറിയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.